ഇന്നീ നിമിഷം എന്നെ ഇവിടെ എത്തിച്ച പരിസ്ഥിതിക്ക് ഒരായിരം നന്ദി പറയുന്നു. ഞാൻ ആദ്യമായി കൃപാസനത്തിൽ വന്ന ഉടമ്പടി എടുക്കുന്നത് 2023 ഡിസംബർ 4-ാം തീയതിയാണ്. എൻ്റെ പേര് അഞ്ജു തോംസൺ. ഞാൻ കോട്ടയത്തു നിന്ന് വരുന്നു. ഞാൻ ആ ടൈമിൽ +2 കഴിഞ്ഞ് ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ജർമ്മൻ ലാംഗ്വേജിൻ്റെ B2 ലെവലിൽ ഞാനപ്പം ECL എക്സാം എഴുതിക്കൊണ്ടിരുന്നത്. ECL എക്സാം അറ്റൻഡ് ചെയ്ത് 3 വട്ടം അറ്റൻഡ് ചെയ്തു. 3 വട്ടവും ഞാൻ പാസ്സായില്ല, ഫെയിലായി. എനിക്ക് ഇപ്പം ലിസണിങ്ങും അത് കിട്ടത്തില്ല, റീഡിങ് ഫെയിലാകും, പക്ഷേ സ്പീക്കിങ്ങും റൈറ്റിങ്ങും കിട്ടും. അത് ക്ലബ് ചെയ്ത് വരുന്നതുകൊണ്ട് രണ്ടും കൂടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേനും സ്കോർ കറക്റ്റ് ആകാത്തതുകൊണ്ട് ഞാൻ ഫെയിലാകുകയോ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ആ ടൈമിൽ എൻ്റെ അമ്മച്ചി പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യുക, കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുക, മാതാവ് നിൻ്റെ കാര്യത്തിൽ ഇടപെടുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ കൃപാസനത്തെപ്പറ്റി പലപ്പോഴും കേട്ടിട്ടുണ്ട്, പക്ഷേ കൂടുതലായിട്ട് ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടൊന്നുമില്ല. ജസ്റ്റ് ഒരു പള്ളി ആ ഒരു രീതിയിൽ ഞാൻ ഓർത്തുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ അമ്മച്ചി പറഞ്ഞുകൊണ്ട് ഞാനോർത്ത് മുതിർന്നവർ പറയുന്നതല്ലേ നമുക്ക് കേൾക്കാം എന്ന രീതിയിൽ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി അവിടെ ക്ലാസ്സൊക്കെ കൂടിയപ്പോഴത്തേനും എനിക്ക് ഇതിനെക്കുറിച്ചൊരു ധാരണ കിട്ടി, എന്താണ് ഉടമ്പടി എന്നൊക്കെ ഉള്ളത്. അപ്പം ഉടമ്പടി ജീവിതം നയിച്ചു. അതിനുശേഷം ഞാൻ ഗോയിത്തെ എക്സാം എഴുതി, ECL നിന്ന് മാറി. അപ്പം ഞാൻ മാതാവിനോട് അന്നേരം പ്രാർത്ഥിച്ചു, അമ്മേ ഞാൻ ജർമ്മനിലോട്ടാണ് പോകണ്ടെങ്കിൽ അത് അമ്മയ്ക്ക് ഇഷ്ടമാണെങ്കിൽ എന്നെ ഈ എക്സാമിൽ പാസ്സാക്കണേന്ന് പറഞ്ഞു. എക്സാമിന് പോയി ഉടമ്പടി വസ്തുക്കൾ ഞാൻ ഉപയോഗിച്ചു. കാശുരൂപം കയ്യിൽ മുറുക്കെ പിടിച്ചാണ് ഞാൻ എക്സാം എഴുതിയത്. എക്സാമിന് ചെന്നു, ലിസണിങ് റീഡിങ് അറ്റൻഡ് ചെയ്തു, റൈറ്റിങ്ങും 3 എണ്ണമായിരുന്നു ഞാൻ അന്നേരം എടുത്തത്. അതിൽ റിസൾട്ട് വന്നപ്പം റൈറ്റിങ് ഞാൻ പാസ്സായി. ഞാനപ്പം മാതാവിനോട് പറഞ്ഞായിരുന്നു എന്നെ പാസ്സാക്കണേന്ന്. അമ്മയപ്പം ഞാൻ ഇത് തന്നെയാണ് പോകേണ്ടതെന്ന് അമ്മയ്ക്ക് ഓക്കെ ആയതുകൊണ്ട് അമ്മേനെ പാസ്സാക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. എന്നിട്ട് ഞാൻ അത് പാസ്സായി. അതിനുശേഷം ആ ടൈമിൽ ഞാൻ സ്പീക്കിങ്ങിന് ഡേറ്റ് നോക്കിയായിരുന്നു. സ്പീക്കിങ്ങും എനിക്ക് ഡേറ്റ് കിട്ടി. ആ ടൈമിലൊക്കെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിക്കുമ്പോൾ എല്ലാവരും പറഞ്ഞു ഏജൻറ്റിനെ വെച്ച് ഡേറ്റ് എടുക്കണം, കാരണം നമ്മൾ തന്നെ മെയിൽ അയച്ചാൽ കിട്ടത്തില്ല. ഇപ്പോൾ ഒരു അവർ 1-ാം തീയതി ആയിരിക്കും പറയുന്നത്. ആ 1-ാം തീയതി 11 മണിക്കും 11:02 ഇടയിൽ 2 മിനിറ്റ് ടൈമുള്ളൂ. ആ ടൈമിൽ ഫസ്റ്റ് ആരുടെ മെയിൽ ചെല്ലുന്നോ അവർ ഇത്ര എണ്ണമുണ്ട്, ആ ആൾക്കാർക്കേ അവർ എക്സാമിന് ഡേറ്റ് കൊടുക്കുകയുള്ളൂ. പിന്നെ കുറച്ച് പേര് നല്ല നെറ്റൊക്കെ ആയിട്ട് ഇപ്പം ഏജൻറ്റൊക്കെ ആണെങ്കിൽ അവർ സ്പീഡിലെടുക്കും. അപ്പം പറയും ഏജൻറ്റിന് വെച്ചാലേ കിട്ടുകയുള്ളൂ, നമ്മളൊക്കെ അയച്ചാൽ കിട്ടത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ എനിക്ക് അത്രയൊക്കെ പറ്റത്തൊന്നുമില്ല, അപ്പം ഞാൻ അയക്കുക, അമ്മ നോക്കിക്കോണമെന്ന് പറഞ്ഞ് ഞാൻ അയച്ചു. അമ്മ എനിക്ക് ഡേറ്റ് തന്നു. സ്പീക്കിങ്ങിന് ഞാൻ ആ ടൈമിൽ എനിക്ക് ലാംഗ്വേജ് അത്ര ഓക്കെ ആയിട്ടല്ല ഇരിക്കുന്നത്. എനിക്ക് ഡൗട്ടുണ്ട് എൻ്റെ എങ്ങനെയാണെന്നുള്ളത്. തന്നെയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചു. അവൾ ഫുൾ മൊഡ്യൂൾ പാസ്സായിരുന്നു. അപ്പോൾ അവൾ സ്പീക്കിംഗ് എന്നെ ഓരോന്നൊക്കെ നോക്കിയിട്ട് പറഞ്ഞു, എടാ ലാംഗ്വേജ് അത്ര ഓക്കെ അല്ല, ഒരു ഇംഗ്ലീഷ് സ്ലാങ്ങൊക്കെ പോലെ തോന്നുന്നു, ജർമ്മൻ കറക്റ്റായിട്ട് തോന്നുന്നില്ല, നീ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എടി എനിക്ക് അറിയത്തില്ല, നീ എന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന് ചോദിച്ചു. അവൾ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അവൾ ഓരോ ദിവസവും വൈകിട്ട് ഫോണൊക്കെ വിളിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ എന്നെ നന്നായിട്ട് പഠിപ്പിച്ച് തന്ന് എക്സാമിന് തലേന്നാളോട് പറഞ്ഞു, നീ നിൻ്റെ മാക്സിമം നോക്ക്, നമുക്ക് നോക്കാം, എങ്ങനെയാണെന്ന് പറയാൻ പറ്റത്തില്ല, അത്ര പെർഫെക്റ്റ് ആയെന്ന് ഞാൻ പറയത്തില്ല ജർമ്മൻ, പക്ഷെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ മാതാവ് എനിക്കറിയത്തില്ല, അമ്മ മാതാവ് എനിക്ക് ശരിയാക്കി തരണം, ഞാൻ മൊത്തം ടോപ്പിക്സ് ഒരുവിധം നോക്കി വെച്ചിട്ടേ ഉള്ളൂ, ഇത് ഏതാ ചോദിക്കണേന്ന് അറിയത്തില്ല. എനിക്ക് പിന്നെ ടെൻഷൻ ആകുമ്പോഴത്തേനും ഞാൻ എന്താ പറയുന്നതെന്നൊരു ഇതില്ല, എന്തേലുമൊക്കെ പറയും. അതുകൊണ്ട് അമ്മ പറയണേ, പരിശുദ്ധാത്മാവിനെ അയക്കണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എക്സാമിന് ചെന്നു. കിട്ടിയേക്കുന്നത് ലാസ്റ്റ് 4 പേര്. അതിൽ എൻ്റെ കൂടെ ഒരു ചേച്ചി ഉണ്ടായിരുന്നേ. എക്സാം ടോപ്പിക്ക് തന്നു. ഞാൻ പഠിച്ചതിൽ എനിക്ക് ഏറ്റവും കൂടെ നന്നായിട്ട് അറിയാവുന്ന ടോപ്പിക്കാണ് അമ്മ എനിക്ക് ആ സമയത്ത് തന്നത്. അതിൽ ഞാൻ ഒത്തിരി സന്തോഷമുണ്ട്. സ്പീക്കിങ്ങിന് കയറിയപ്പം ഇരുന്ന ആ ചേച്ചി നന്നായിട്ട് കുറേയും കൂടെ പറയുന്നുണ്ടായിരുന്നു. അപ്പം എന്നോട് അവർ പറഞ്ഞു, നീ കുറച്ചേ പറഞ്ഞുള്ളൂ, ഒരു കാര്യം ചെയ്യും, ഞങ്ങൾ ഒരു കാര്യം കൂടെ ചോദിക്കാം, അതിന് ആൻസർ ചെയ്യാൻ പറഞ്ഞു. അപ്പം ഞാൻ അത് പറഞ്ഞു. എന്താ പറഞ്ഞതെന്നുള്ളത് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. അമ്മ എനിക്ക് ആ സമയത്ത് ഓരോന്ന് പറഞ്ഞു തരുമായിരുന്നു. ഞാൻ അതിന് എക്സാമിന് കയറുന്നതിന് മുമ്പ് ഉപ്പ് ഞാൻ എൻ്റെ വെള്ളത്തിൽ ഞാനിങ്ങനെ കലക്കി ഞാൻ കുടിച്ചായിരുന്നു. പിന്നെ ഞാൻ കാശുരൂപൻ്റെ കഴുത്തെ ധരിച്ചു. ഞാൻ പറഞ്ഞു, അമ്മേ ഞാൻ പറയണ ഓരോ കാര്യവും അമ്മ എന്നെ കൊണ്ട് പറയിക്കണേ, അപ്പം കറക്റ്റായിട്ട് എന്നെ പറയിപ്പിക്കണേ, എല്ലാം ഒന്ന് റെഡിയാക്കി തരണേന്ന് പറഞ്ഞു. എനിക്ക് എത്ര കറക്റ്റായിട്ട് അറിയത്തില്ലെന്ന്. അമ്മ മാതാവ് കൃത്യമായിട്ട് എല്ലാം പറയിച്ചു. ഞാനൊരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തപ്പം അതല്ല, എൻ്റെ പാർട്ട്ണർ ചോദിച്ചതിനല്ല ഞാൻ ആൻസർ ചെയ്തത്, എന്തോ ഞാൻ മാറ്റിയാണ് പറഞ്ഞത്. അപ്പം അവിടെ ഇരുന്ന ആളെന്നോട് പറഞ്ഞു, അവരങ്ങനെയല്ല ക്വസ്റ്റ്യൻ ചോദിച്ചേ, ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞു. സാധാരണ അങ്ങനെ അവിടെ ഇരിക്കുന്നവരൊന്നും പറയത്തില്ല, തെറ്റാണെങ്കിൽ തെറ്റാണ്, എന്താ പഠിച്ചില്ലെന്നൊക്കെയേ ചോദിക്കുള്ളൂ.
പക്ഷേ അവരും കുറച്ചുകൂടെ എന്നോട് ഹെൽപ്പ് ചെയ്യുന്ന, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലായിരുന്നു അവിടെ ഉണ്ടായിരുന്നവരും. അങ്ങനെ മാതാവ് എന്നെ അവിടെ ഒത്തിരി സഹായിച്ചു. സ്പീക്കിംഗ് റിസൾട്ട് വന്നപ്പം ഞാനപ്പോൾ എൻ്റെ കാശുരൂപം മുറുക്ക കൈ പിടിച്ചുകൊണ്ടാണ് ഞാൻ റിസൾട്ട് നോക്കിയത്. ആ ടൈമിൽ എനിക്ക് ഈ കാശുരൂപം ഇങ്ങനെ റിസൾട്ടൊക്കെ നോക്കുന്ന ടൈമിൽ മുറുക്ക പിടിക്കുമ്പോഴത്തേനും ഇങ്ങനൊരു ബീറ്റ് പോലെ ഇങ്ങനെ ഒരു കാശുരൂപത്തിൻ്റെ പ്രത്യേക ഒരു അനുഭവം എനിക്കുണ്ട്. അപ്പോൾ ടൈമിൽ എനിക്ക് അങ്ങനെ തോന്നി. റിസൾട്ട് നോക്കിയപ്പം 60 മാർക്ക് പാസ്സാകേണ്ടത് 61 മാർക്ക് കൃത്യം തന്ന് മാതാവിനെ പാസ്സാക്കി. അതിനുശേഷം ഞാൻ ഡേറ്റ് എടുത്തത് ഡൽഹി ഡേറ്റ് എടുത്തു. ഉടമ്പടിയിലൂടെ പോകുന്നുണ്ടെങ്കിലും ചെറിയ കറക്റ്റ് അല്ലായിരുന്നു ആ ടൈമിൽ. ആ എക്സാം ഞാൻ എഴുതി, ഞാനത് പാസ്സായില്ല. ലിസണിങ്ങും റീഡിങ്ങും ആയിരുന്നു, അത് പാസ്സായില്ല. പിന്നെ ഞാൻ ഡേറ്റ് നോക്കുന്നുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് ഡേറ്റ് ഒന്നും കിട്ടുന്നില്ല. രണ്ടാമത് ഇവിടെ പുതുക്കലിന് വന്നു. പുതുക്കലിന് ശേഷം ഞാൻ ഡേറ്റ് നോക്കിയപ്പോൾ എനിക്ക് നാട്ടിൽ തന്നെ കിട്ടി. ഞാൻ അന്നേരം മാതാവിനോട് പറഞ്ഞു, അമ്മ ഞാൻ ഇനി ദൂരോട്ടൊന്നും ഡേറ്റ് എടുക്കുന്നില്ല, ഏജൻറ്റിനെ വെച്ചൊന്നും നോക്കുന്നില്ല, കാരണം എനിക്ക് നാട്ടിൽ കിട്ടിയാൽ മതി, അത്ര എനിക്ക് ടെൻഷനാണെന്ന് പറഞ്ഞു ദൂരോട്ട് നോക്കുന്നത്. അപ്പം മാതാവ് എനിക്ക് നാട്ടിൽ തന്നെ ഡേറ്റ് തന്നു. തിരുവനന്തപുരത്തായിരുന്നു. തിരുവനന്തപുരത്ത് പോയി എഴുതി. അതിൽ ഞാൻ ഉടമ്പടി ഉപ്പ് ഞാൻ എൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ തൂളിയിട്ടാണ് ഞാൻ എക്സാം എഴുതിയത്. വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് ആ ടൈമിലൊക്കെ ഞാൻ സാക്ഷ്യങ്ങൾ കേൾക്കുന്നുണ്ടായിരുന്നു. അന്നേരം സാക്ഷ്യങ്ങളൊക്കെ നന്നായിട്ട് ഞാൻ കേട്ട് തുടങ്ങിയത്. സാക്ഷ്യമൊക്കെ കേട്ട് ആ ഒരു വിശ്വാസത്തിൽ മാതാവിൻ്റെ കൂടെയുണ്ട്. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ട് തരണം. ഇത്ര തവണ ഞാൻ നോക്കി, പക്ഷേ എനിക്ക് പാസ്സാകാൻ നേരം പറ്റിയില്ല. അപ്പം ഈ പ്രാവശ്യം അമ്മ മാതാവ് എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ട് തരണം, ഞാൻ ആൻസർ ചെയ്യുന്ന അമ്മ തന്നെ നോക്കിയാൽ മതി എന്നും പറഞ്ഞ് ഞാൻ അറ്റൻഡ് ചെയ്തത്. അതിൻ്റെ റിസൾട്ട് വന്നു. അതിൽ അമ്മ എന്നെ ലിസണിങ് പാസ്സാക്കി. എൻ്റെ റീഡിങ് ഫെയിലായിരുന്നു. അതിനുശേഷം ഞാൻ പിന്നെ നോക്കിക്കഴിഞ്ഞപ്പം എനിക്ക് 3 മാസത്തിന് ഡേറ്റേ കിട്ടുന്നില്ല. ഞാൻ തന്നെ നോക്കി അയക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് ഡേറ്റ് ഒന്നും കിട്ടുന്നില്ല. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഞാൻ നോക്കുന്നുണ്ട്, എനിക്ക് ഡേറ്റ് കിട്ടുന്നില്ല. ഇനി ഇൻടേക്കിൻ്റെ പോകുക, സെപ്റ്റംബർ മാർച്ച് ഇൻടേക്കൊക്കെ നമുക്ക് ജർമ്മനിക്ക് പോകാനുള്ളൂ. അപ്പം ഇൻടേക്കിൻ്റെയും മിസ്സാകും. ഞാൻ എന്താ ചെയ്യേണ്ടത്? ഏജൻറ്റിനെ നോക്കണോ? അമ്മ എനിക്ക് ഡേറ്റ് എടുത്തു തരുമോ? ഞാൻ ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്യുക, അമ്മേൻ്റെ കൂടെ കാണണേന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഞാൻ കാശുരൂപം മുറുക്കെ പിടിച്ച് ആ ടൈമിൽ 1-ാം തീയതി അയച്ചു. കറക്റ്റ് 11 മണിക്ക് അയച്ചു. അത് കഴിഞ്ഞപ്പോൾ ഒരു കുറച്ച് ദിവസം കഴിഞ്ഞപ്പം പലർക്കും മെയിൽ വരാൻ തുടങ്ങി, ഇങ്ങനെ എക്സാം ഡേറ്റ് കിട്ടിയെന്നും പറഞ്ഞ്. ഫ്രണ്ട്സിനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു കുറച്ച് പേർക്കൊക്കെ വന്നു. ഒരു 2-3 ദിവസമായപ്പോൾ അവർ പറഞ്ഞു, എടാ ഇനി കിട്ടത്തില്ല, കാരണം ഡേറ്റ് എല്ലാവർക്കും തന്നെ കൊടുത്തു, ഇനിയിപ്പം വരാൻ ചാൻസ് ഇല്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വചനം എഴുതി പ്രാർത്ഥിക്കാൻ തുടങ്ങി. വചനം എഴുതിയിട്ട് മാതാവിനോട് പ്രാർത്ഥിച്ചു, അമ്മ മാതാവ് എനിക്ക് തരണേ, അമ്മേൻ്റെ കൂടെ കാണണേന്ന് പ്രാർത്ഥിച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പം വചനം ഇങ്ങനെ എഴുതി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേന് കറക്റ്റ് ആ ഒരു ടൈമിൽ ഞാനിപ്പം ഡെയിലി ബ്രെഡ് കേൾക്കുന്നുണ്ടായിരുന്നു. ഡെയിലി ബ്രെഡിൽ അച്ഛൻ്റെ കൂടെ അത് കൂടുന്നുണ്ടായിരുന്നു. കൂടി പ്രാർത്ഥിച്ചു. ആ ടൈമിൽ എനിക്കൊരു മെയിൽ വന്ന് നോക്കിയപ്പോൾ എനിക്ക് എക്സാമിൻ്റെ ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. അമ്മയ്ക്ക് 1000 നന്ദി. എന്നിട്ട് ഞാൻ പോയി എക്സാം അറ്റൻഡ് ചെയ്തു. അതിന് മുമ്പ് എനിക്ക് ഇവിടെ വന്ന് അച്ഛൻ്റെ അടുത്ത് നിന്ന് അനുഗ്രഹം വാങ്ങിച്ചിട്ട് പോകണമെന്നുണ്ടായിരുന്നു. ആ ടൈമിൽ നോക്കിയപ്പം ഇങ്ങോട്ട് വരാൻ വേണ്ടി കുറേ തടസ്സങ്ങളായിരുന്നു. പക്ഷേ കറക്റ്റ് ആ നേരത്ത് അമ്മ എല്ലാം ശരിയാക്കി തന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് അച്ഛൻ്റെ അടുത്ത് നിന്ന് കാശുരൂപം വാങ്ങിച്ച് പോയി ഞാൻ എക്സാം എഴുതി. അന്നേരം എല്ലാവരും പറഞ്ഞു കൊന്തയൊക്കെ ഇടാൻ പാടില്ലെന്ന്. അങ്ങനെയൊക്കെ ഗോയിത്തയിൽ വന്നായിരുന്നു. എന്ന് വെച്ചാൽ നമ്മൾ ഒന്നും പുറത്തുനിന്ന് പേപ്പറോ ബസ് ടിക്കറ്റോ ഒന്നും കൈ കാണല്ല. അവർ ഭയങ്കര സ്ട്രിക്റ്റായിട്ട് നോക്കുമായിരുന്നു. ഞാൻ കാശുരൂപം ഡ്രസ്സിൽ ഞാൻ കൊളുത്തി വെച്ചിട്ട് ഞാൻ കയറിയത്. എന്നിട്ട് എക്സാം എഴുതി. ക്വസ്റ്റ്യൻ പേപ്പറിൽ തൂകി കാശുരൂപം ഞാൻ എൻ്റെ കയ്യിൽ മുറുകെ പിടിച്ച് നന്നായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് തന്നെയായിരുന്നു ഓരോ ക്വസ്റ്റ്യനും വായിച്ച് നോക്കും. അമ്മയോട് പറഞ്ഞ, അമ്മേ ഓരോന്നിൻ്റെ അർത്ഥം മനസ്സിലാക്കി തന്നെ. ഇത് ഞാൻ 4 വട്ടം എഴുതിയതാണ്. 4 വട്ടം എഴുതിയിട്ട് ഞാൻ പാസ്സായതാ ഈ റീഡിങ്ങിൻ്റെ. ഇപ്പോൾ റീഡിങ് ഞാൻ പറയാം എൻ്റെ കഴിവുകൊണ്ട് കിട്ടത്തില്ല, കാരണം ഞാൻ നോക്കി ഇത്രയും നാൾ നോക്കിയിട്ടും എനിക്ക് കിട്ടിയിട്ടില്ല. ഇനി എനിക്ക് കിട്ടുവാണെങ്കിൽ അതെൻ്റെ അമ്മ തരുന്ന, അമ്മ മാതാവ് തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് എഴുതി. റിസൾട്ട് വന്നപ്പം എനിക്കെന്നെ 87 മാർക്ക്. ഞാൻ ഇതുവരെ എഴുതിയതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയേക്കുന്നത് ഈ റീഡിങ്ങാണ്. അത് അമ്മയുടെ പ്രത്യേക അനുഗ്രഹം കൊണ്ടാണ്. പിന്നെ ഞാൻ കാരുണ്യ പ്രവർത്തികളായിട്ട് ചെയ്തിട്ടുള്ളത് ഇവിടുന്ന് ഇടവകയിൽ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഇങ്ങനെ പൊതിച്ചോറ് കൊടുക്കുന്നുണ്ട്. അപ്പം അതിൽ പൊതിച്ചോറ് ഇങ്ങനെ കൊടുക്കും. പിന്നെ പറ്റുന്ന പോലെ മറ്റുള്ളവർ സഹായിക്കും. എൻ്റെ ഫ്രണ്ട്സൊക്കെ ആണെങ്കിലും ഇപ്പം ജർമ്മൻ്റെ അവരെന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ കയ്യിലുള്ള നോട്ട്സൊക്കെ ഞാൻ മാക്സിമം കൊടുക്കും. പിന്നെ എവിടെയെങ്കിലും A1 A2 പിള്ളേർ ഇപ്പം ഗ്രൂപ്പുകളിലൊക്കെ ചോദിക്കുവാണെങ്കിൽ ഞാൻ എവിടെയെങ്കിലുമൊക്കെ ചോദിച്ച് തപ്പിപ്പിടിച്ച് അവർക്ക് അയച്ചു കൊടുക്കും. പറ്റുന്ന രീതിയിലൊക്കെ അവർ ജർമ്മൻ ഞാൻ പറഞ്ഞു കൊടുക്കും. എന്നെയും മറ്റുള്ളവർ സഹായിച്ച് പറഞ്ഞു തന്നിട്ട് ഞാൻ ഓരോ എക്സാം അറ്റൻഡ് ചെയ്യുമ്പോഴും
അമ്മ അതിന് ഓരോരുത്തരെ എനിക്ക് അയക്കും. എൻ്റെ ഫ്രണ്ട്സോ ചിലപ്പോൾ എന്നെ അറിയാത്തവരായിരിക്കും, അവരെനിക്ക് പറഞ്ഞു തരും എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ളത്. അതുകൊണ്ട് ഞാനും എൻ്റെ അടുത്ത് ചോദിക്കുന്നവരോട് ഞാനും പറഞ്ഞു കൊടുക്കും. അമ്മ എനിക്ക് റെഡിയാക്കി തന്ന അപ്പം ഞാനും മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യണം. ആ രീതിയിൽ ഞാൻ അയച്ചു കൊടുക്കും, പറഞ്ഞു കൊടുക്കും. പിന്നെ ഞാൻ പറയും അമ്മയുടെ അടുത്ത് ഒന്ന് ഉടമ്പടി എടുത്തോ, നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ഓക്കെ ആവുമെന്ന് പറയും. ഉടമ്പടി ധ്യാനം കൂടി, അത് സ്റ്റാറ്റസ് ഇടും. ഡെയിലി ബ്രെഡ് കൂടുന്നുണ്ടായിരുന്നു. പിന്നെ ഇവിടുന്ന് കിട്ടുന്ന പത്രം അത് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എക്സാം എഴുതാൻ പോയപ്പോൾ അവിടെ കൊടുത്തു, റെയിൽവേ സ്റ്റേഷനിൽ കൊടുത്തു. പിന്നെ ബസ് സ്റ്റാൻഡിൽ, അടുത്ത വീടുകളിൽ, ഇടവകയിൽ അങ്ങനെ ഞാൻ കൊടുക്കുകയൊക്കെ ചെയ്തു. എന്നെ ഇത്രയും അധികം അനുഗ്രഹിച്ച അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു.